അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 24. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ ഫലഖിലെ ഏറ്റവും അവസാനത്തെ വചനമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ലോകത്തുള്ള സകലമാന വസ്തുക്കളുടെയും ഉപദ്രവത്തെ തൊട്ടും പ്രത്യേകിച്ച് ചില ഗൗരവമുള്ള ഉപദ്രവങ്ങളെ തൊട്ടും അഭയം തേടാൻ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന ഉപദ്രവത്തെ തൊട്ടും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് നബിയെ തങ്ങൾ പറയണം. അപ്പോൾ അസൂയ പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ വിഷമങ്ങൾ ആരോടാണോ അസൂയ പ്രകടിപ്പിക്കുന്നത് ആ മനുഷ്യന് ഉണ്ടാകുമെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് നമ്മളോട് അസൂയ തോന്നിയാൽ സ്വാഭാവികമായും അയാൾ പഴുത് കിട്ടുമ്പോഴൊക്കെ നമുക്ക് പാര പണിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും അയാളെ കരുതിക്കൊണ്ടേ നടക്കാൻ പറ്റൂ. അപ്പോൾ ഒരാൾ അസൂയ വെച്ചു കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധിക്കാനേ നമുക്ക് സമയമുണ്ടാകൂ. അയാൾ കഴിയുന്ന പണിയൊക്കെ പയറ്റി നോക്കും. അതുകൊണ്ടാണ് അസൂയാലുവിൻ്റെ ഉപദ്രവത്തെ തൊട്ട് അഭയം തേടാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കാൻ കാരണം. അല്ല, ഒരാൾ മാനസികമായി നമ്മളോട് അസൂയ വെച്ചാൽ തന്നെ ആ അസൂയ അയാൾക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് ചില ഉപദ്രവങ്ങൾ എത്തും. ഒന്നും അവൻ ചെയ്യേണ്ട, ആ കുശുമ്പിൻ്റെ മനസ്സ് മാത്രം അയാൾക്കുണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെ ചില അപകടങ്ങളൊക്കെ വരാനുണ്ട്. അതുകൊണ്ടാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന ഉപദ്രവത്തെ തൊട്ട് എന്ന് പറയുന്നത്. അത് ഭാവിയിൽ വരാൻ പോകുന്നത് മാത്രമല്ല, അസൂയ വെക്കുമ്പോഴേക്ക് തന്നെ ചില ഉപദ്രവങ്ങൾ നമ്മളിൽ എത്തുമെന്ന് മഹാന്മാരിൽ ചിലർ വിശദീകരിച്ചത് കാണാം. ഏതായാലും അസൂയ വളരെ അപകടകാരിയാണ്. അതിനെ നാം കരുതിയിരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. മറ്റൊരു റിപ്പോർട്ടിൽ തുഅറദുൽ അഅ്മാലു ഫീ കുല്ലി യൗമി ഖമീസിൻ വഇസ്നൈൻ. ആശയം, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മുസ്ലിമീങ്ങൾ ചെയ്യുന്ന അമലുകൾ അവർക്ക് വേണ്ടി ഹാജരാക്കപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്ന ആ അമലുകൾ അതിൻ്റെ പ്രദർശന ദിവസമാണ്. സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടും എന്നൊരു റിപ്പോർട്ടിലും ആ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടും എന്നൊരു റിപ്പോർട്ടിലും രണ്ടും കൂടെ ഒരുമിപ്പിക്കുമ്പോൾ അതിൻ്റെ ആശയം, മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കണക്കെടുപ്പ് നടത്തി അവരുടെ അമലുകൾ സ്വീകരിച്ച് ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പുറത്തു കൊടുക്കും. ഇതാണ് പഴയ കാലം മുതലേ നമ്മുടെ മഹാന്മാർ തിങ്കളാഴ്ച രാവിനും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിനുമൊക്കെ മഹത്വം കാണാൻ കാരണം. ഏതാവട്ടെ, അങ്ങനെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ ദിവസവും അവർക്കിതാ പുറത്തു കൊടുക്കുകയാണ്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ. അവൻ്റെയും അവൻ്റെ കൂട്ടുകാരൻ്റെയും ഇടയിൽ കുറുമ്പും കുശുമ്പും അസൂയയും ഉള്ള ഒരുത്തനൊഴികെ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എത്ര നല്ല അമലുകൾ ചെയ്താലും ശരി, അള്ളാഹു പറയും, അൻദിറൂ ഹാദൈനി ഹത്താ യസ്തലിഹ, നിങ്ങൾ ഈ രണ്ട് കൂട്ടുകാരുടെ കാര്യത്തിൽ അല്പം വെയിറ്റ് ചെയ്യൂ, അവരുടെ അമലുകൾ സ്വീകരിക്കല്ലേ. കാരണം അവരെന്താവുന്നു എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. അവർ ഹത്താ യസ്തലിഹ, രഞ്ജിപ്പിലാവുമോ മസ്ലഹത്തിലാവുമോ? മസ്ലഹത്തിലാവുകയാണെങ്കിൽ അവരുടെ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും ഒക്കെ സ്വീകരിച്ച് കളയാം. അതില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ, അത് സ്വീകരിക്കേണ്ടതില്ല. ഇതാണ് മുത്തുനബി പറഞ്ഞത്, ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ്. അസൂയ നന്മകളെ
തീ വിറകിനെ തിന്നുകളയുന്നത് പോലെ തിന്നു നശിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ മാരകമായ അസൂയയെ തൊട്ട് അഭയം തേടുമ്പോൾ നമ്മൾ സ്വയം അതിൻ്റെ വക്താക്കളാവരുത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാ അസൂയാലുക്കളുടെയും ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് കുടുംബത്തിൽ, സമ്പത്തിൽ, കച്ചവടത്തിൽ എല്ലാം അസൂയാലുക്കൾ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അസൂയാലുക്കൾ ഒന്നും ചെയ്യേണ്ട, അസൂയ തോന്നിയാൽ തന്നെ അത് നമ്മുടെ കച്ചവടത്തെയും കുടുംബത്തിൻ്റെയും നമ്മുടെയും ഒക്കെ സമൃദ്ധിയെ ബാധിക്കുമെന്നാണല്ലോ ഈ പഠിപ്പിച്ചത്. അസൂയാലുക്കളുടെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.